All the best. Thank you. അയ്യോ ഇനി എന്ത് ചെയ്യും? എല്ലാരും ഉറങ്ങിപ്പോയി. അതെ എന്നാന്ന് എണീപ്പിക്ക. ഹലോ, പേര് വിളിക്ക എല്ലാവരുടെ. അപ്പൊ എണീക്കും. ആര് ചേച്ചി? ഓ ഒരാൾ എണീറ്റ്. അയ്യോ ഒരാൾക്ക് ഭയങ്കര ഉറക്കം. ഒരാൾ കണ്ണൊക്കെ വലിച്ചു തുറന്നു. അയ്യോ അത് ഭയങ്കര ഉറക്കം. അയ്യോ എന്തൊരു കുറുക്ക വലിയത്. അയ്യോ പാട്ട് മുഴുവൻ കേട്ടില്ല, അതിനും ഉറങ്ങിപ്പോയി. അയ്യോ അതെ, നന്നായിട്ട് പാടിയോ കൊച്ചെ?
അയ്യോ ഞാനും നിങ്ങൾ 3 പേരും കേട്ടില്ലല്ലോ. എന്റെ സാർ ഞാൻ കേട്ടോ. ചരണത്തിന്റെ അവസാനമായപ്പോ ഉറങ്ങി. ഓഫായി. അപ്പൊ ഈ പാട്ട് മൊത്തം കേട്ടത് ഞാനാ. എനിക്കാണ് പാട്ട് അറിയത്തില്ല. എന്ത് ചെയ്യും ഇനി നമ്മള്? മീനൂട്ട ഉറങ്ങിയില്ല. ഞാൻ ഉറങ്ങിയില്ലായിരുന്നു, ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിരുന്നു. അയ്യോ അപ്പൊ ഒന്നുകൂടി ടേക്ക് എടുക്കേണ്ടി വരും. കാരണം ഇവര് 3 പേരും ഉറങ്ങിപ്പോയില്ലേ, അതാ ഇതൊന്നും മാറ്റാത്തത്. കണ്ടോ? പക്ഷെ പാട്ട് മാറ്റേണ്ടി വരും. എന്നാ വരി മാറ്റിയാ പോരെ? ഈ പാട്ട് ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഉറങ്ങി പോകാണ്ടിരിക്കൂ. പിന്നെ ഇനിയും ഉറങ്ങിപ്പോയില്ലേ ഇത് തന്നെ പാടിയാ? പാടിയാ ഉറങ്ങിപ്പോയില്ലല്ലോ. മീനുട്ടി മറ്റേ ചുണ്ടിൽ നിന്നൊക്കെ പാടിയില്ലേ, ആ. അവിടെ അലിയും ചുണ്ടിൽ നിന്നൊക്കെ പാടിയപ്പോ ഞാൻ അങ്ങ് അലിഞ്ഞു പോയി ഉറങ്ങിപ്പോയി. ആ പോയ പോക്കിലാണ് ഉറങ്ങിയത്. അതെ അല്ല, അപ്പൊ ചരണത്തിന് മുമ്പ് ഉറങ്ങിയതല്ലേ? അല്ല, ചരണം പാടിക്കൊണ്ടിരിക്കുമ്പോ ചരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതിലിങ്ങനെ ഞങ്ങളെ ശ്രദ്ധിച്ചിങ്ങനെ ഇരുന്നപ്പോ നല്ല ഭംഗിയായിട്ട് അതിലിങ്ങനെ ഓമനേന്ന് വിളിച്ചില്ലേ? ഭയങ്കര ആദ്യത്തെ പല്ലവി തന്നെ ആലോലം എന്ന് പാടിയപ്പോ തന്നെ വരാൻ തുടങ്ങി. ആലോലല്ല. പിന്നെ ആലോലം എവിടെ വരണുണ്ടല്ലോ? ആലോലല്ലോ. ഇല്ലേ, തലോലായി. അത് ഞാൻ ഉറക്കത്തിൽ ആലോലം എന്ന് കേട്ടതാ. കേട്ടോ, അത് ഉറക്കപ്പിച്ചല്ലേ, കുഴപ്പമില്ല. പിന്നെ ഓമനേന്ന് വിളിച്ചപ്പാട് ഞാനും ഉറങ്ങിപ്പോയി. പക്ഷെ അവിടെ മുതൽ ഞാനും ഉറങ്ങിപ്പോയി. അവിടെ തന്നെ അല്ലേ? ഓമനെ എന്നെ മാറിൽ നീ മാറിൽ പൂവിതൾ പോലെ ചായെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് ചാഞ്ഞ് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി. എന്ത് ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറക്കണേ എന്താ ഇങ്ങനെയൊക്കെ? ഇങ്ങനത്തെ പാട്ടാണെങ്കിൽ ഒന്നും കൂടെ പാടാനും പറ്റില്ല. അടുത്ത പ്രാവശ്യം പാടിയാലും നമ്മൾ ഉറങ്ങിപ്പോകും. ഇത്ര എക്സ്പ്രഷൻ താങ്ങാൻ പറ്റുന്നില്ല. ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഇത്ര എക്സ്പ്രഷനോട് കൂടി പാടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉറങ്ങാതിരിക്കും? അങ്ങ് തുറന്നങ്ങ് ഇങ്ങനെ പിടിക്കുകയാണ്. തുറന്ന് പിടിക്കണം. ഇങ്ങനെ തുറന്ന് മിഴിച്ചിരിക്കണം ആ. അല്ലേ? പക്ഷെ ഉഗ്രനായിട്ട് പാടിയട്ടാ. യെസ്, കാലക്കി ഈ താമരപ്പൂക്കളിൽ ഒരു മുത്തം നൽകാൻ വാ, കുളിർമുത്തം നൽകാൻ വാ. Thank you. ഭയങ്കര മെലോഡിയസ് ആയിരുന്നു. നല്ല സൂതിങ് ആയിരുന്നു, കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല ശ്രദ്ധിച്ച് പാടി കുഞ്ഞു. feel. അതെ അതെ പിന്നെ ചുന്ദരിയും കൂടെയാണ് അതിന്റെ കൂടെ. അതെ. അതെ. പാട്ടും ചുന്ദരിയാണ്, കാണാനും ചുന്ദരിയാണ്, കേൾക്കാൻ വേണ്ടി കാണാൻ വേണ്ടി ചുന്ദരിയാണ്. പിന്നെ ആ ഹൈ ഒക്കെ പോയില്ലേ, ഹൈ പാടിയില്ലേ? പക്ഷെ അതൊക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒഴുകി 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 വരുന്നുണ്ടായിരുന്നു പാട്ട്. അതും ആ ശബ്ദത്തിന്റെ കൂടെ വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കേൾക്കാൻ. Thank you. കേട്ടോ, മിടുക്കിയാണേ, മിടുക്കി. സൂപ്പർ ഡൂപ്പർ. അതെ. പിന്നെ ഉണ്ടല്ലോ, മിനിഞ്ഞാന്ന് വൈശാഖ് സാറ് ഗ്രൂമിങ് എടുക്കുമ്പോ ഓക്കെ അതൊക്കെ പറഞ്ഞു. ആ എന്നിട്ട് ഇന്നലെ ഗ്രൂമിങ് എടുത്തപ്പോ കണ്ണിങ്ങനെ പുറത്തേക്ക് വന്നു. അത് തള്ളിപ്പോയി. കണ്ണു തള്ളിപ്പോയി പാട്ട് കേട്ടിട്ട്. അതാണ് വൈശാഖന്റെ ഈ പാട്ട് കേട്ടിട്ട് കണ്ണ് തള്ളിയ അവസ്ഥയായി. ഓ, അത് ശരി. ഇപ്പൊ ഇപ്പൊ ഇവിടെ കാണുന്ന പോലും ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ കണ്ണ് തള്ളേണ്ടതായിരുന്നു, പക്ഷെ ഉറങ്ങിപ്പോയി. ജസ്റ്റ് മിസ്സിനെ അതെ, അതെ, തള്ളാതിരുന്നു. അതെ. മധു നോക്കുന്ന തോന്നിയില്ലേ ഈ നമ്മുടെ വാസു ഇങ്ങനെയൊക്കെ പാടും? ഇങ്ങനെയൊക്കെ പാടുമെന്ന് തോന്നി. പ്രത്യേകിച്ച് ചരണം കേട്ടപ്പോ Soothing. സൂതിങ് ആയിട്ട് നമ്മൾ ഭയങ്കര. എണിച്ചപ്പോഴും രണ്ട് കണ്ണും തള്ളിയില്ല. അതെ 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 അതെ. മധുവങ്ങൾ കണ്ണാടി വെച്ചിരിക്കുന്നോണ്ട് അത്ര അങ്ങ് പുറത്തേക്ക് വന്നില്ല. കണ്ണാടി തടഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അതില്ലാത്താണ് പ്രശ്നം. ഈ കണ്ണട തടഞ്ഞു തടഞ്ഞു നിർത്തിയതാ അത്. അതെ അതെ, അല്ലെങ്കിൽ ഇപ്പൊ താഴെ വീണ് പോയതേ. നന്നായി. പോയല്ലേ. അപ്പൊ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പാടി മെലോഡിയസ് ആയിട്ട് പാടിയിട്ടേ ഉറക്കവും വന്നിട്ട് വയ്യ, അറിയാതെ ഉറങ്ങിപ്പോയതാ കേട്ടോ. അതിന്റെ ആ അത്രയും ഭംഗി, പാട്ടിന്റെ ആ അത്രയും ഭംഗിയായതുകൊണ്ട് ശരിക്കും താരാട്ട് പാട്ടായി. താങ്ക് യു. ഉഗ്രനായിരുന്നു, സൂപ്പർ ആയിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ദിവ്യാന്റിനോട് ഒരു മെസ്സേജ് ഇട്ടിട്ടായിരുന്നു. മധുങ്ങള് തിരിച്ചു വന്നപ്പോ വരുമ്പോ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കരയാൻ. എന്റെ അമ്മ എന്താ കരയാഞ്ഞേ? അതെന്നോടിപ്പോ പറഞ്ഞില്ല. ഗിഫ്റ്റ് കൊടുക്കില്ല അത് മധു. എന്റെ അമ്മ, ഞാൻ അയ്യോ ഞാൻ അറിഞ്ഞില്ലാതൊക്കെ. അത് സെറ്റാക്കി തരാം കേട്ടോ. ദിവ്യാന്റി എന്നെ ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ടാണ് മധുങ്ങള് ദിവ്യാന്റിക്ക് ഒരു വാശിയുണ്ട്. ദിവ്യാന്റി എന്നെ ഇവിടെ കൊണ്ടു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. മധുങ്ങള് തന്നെ വേണം. അതെ, മധുങ്ങള് കൊണ്ടുവന്ന സമ്മാനം ദിവ്യാന്റി ഇവിടെ കൊണ്ടുവരും, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അടുത്ത പ്രാവശ്യം വരുമ്പോ കിട്ടിയില്ലെങ്കിൽ കിട്ടും, കിട്ടിയിരിക്കും. കിട്ടിയിരിക്കും. ഓക്കെ, ഒരു സമ്മാനം കൊടുത്താലേ. അതെ,
ഒരു മഴ അതെ പെയ്യും. അപ്പൊ വാസുകി കുട്ടിക്ക് ഇന്നത്തെ സമ്മാനം വരട്ടെ ഒരു മധുര മഴ. വരെയാണ് 1 2 3 4 5 6 7 8 9 10